ചെമ്പനിപ്പു സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിക്ക് വെജിറ്റബിൾ ബിരിയാണി വേണോ എന്നുള്ള കാര്യം പറയുമ്പോൾ പച്ചക്കറികളെല്ലാം സുധീരുടെ അടുത്ത് പോയിട്ട് വാങ്ങാൻ പറയാനിട്ട് സച്ചി എനിക്ക് വാങ്ങാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും രവിയും കൂടി അത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെ പോവാണ്. ആകെ 190 രൂപയുടെ പച്ചക്കറിയാണ് മേടിച്ചത്. പക്ഷെ 390 രൂപയും കൊടുത്തിട്ടാണ് നമ്മുടെ സുധി തിരികെ വരുന്നത്. ബാലൻസുമായിട്ട് കടക്കാരൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഒരു പച്ചക്കറി മേടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പണം കൊടുത്തിട്ട് വരാൻ വേണ്ടി അറിയാത്ത ആളാണ് സുധി. അങ്ങനത്തെ സുധി എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയെങ്കിലും നോക്കിയും കണ്ടൊക്കെ ജീവിക്കട സുധി എന്ന് പറയാണ് നമ്മൾ രവി കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ആ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രവി പറയുന്നുണ്ട് നാളെ എന്തായാലും വിശേഷപ്പെട്ട ദിവസമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛ നാളെ എന്താ വിശേഷം എന്നുള്ള കാര്യം. നാളത്തെ വിശേഷത്തെ കുറിച്ചിട്ട് നിനക്ക് അറിയില്ലടാ, നാളത്തെ തീയതി എത്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ. നാളെ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി ഇപ്പോ ഓർത്തിട്ട് ഇങ്ങനെ പറയുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിൽക്കുകയാണ്. എന്നാൽ സച്ചി അപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം സച്ചി സുധീരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണേ ആ അച്ഛ ഓർമ്മയുണ്ട് അച്ഛ ഈ ഓടുകളി അച്ഛന്റെ പണം എടുത്തുകൊണ്ട് ഓടിപ്പോയ ദിവസമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സച്ചി. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ഒക്കെ ചിരിക്കുന്നുണ്ട്. ഈ ഭാവമൊക്കെ രേവതി ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമാണ് നിനക്ക് ഓർമ്മ വന്നത്, അന്ന് വേറൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ്. വേറെ എന്താ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ഛ അത് സച്ചേട്ടന് അറിയില്ലല്ലോ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യം പിടിച്ചിട്ട് റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇവൾ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെട്ടു പോകുന്നതെന്ന് സച്ചി ആലോചിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് എടാ നിങ്ങളുടെ കല്യാണ ദിവസമാണ്, പോയിട്ട് അവളെ സമാധാനപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് സച്ചി ഓടിച്ചു വിടാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പുറകെ ഓടുകയാണ്. റൂമിലേക്ക് ചെന്ന് രേവതിയുടെ അടുത്ത് രേവതി എന്ന് പറഞ്ഞ് തൊട്ടിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. തൊട്ട് പോലെ തന്നെ എന്നുള്ള കാര്യം രേവതി പറയുമ്പോ തൊട്ടാ ഇപ്പൊ എന്താ പ്രശ്നം, അല്ല നിങ്ങൾക്ക് ഞാൻ വേറെ ആരോ ആണല്ലോ, ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട്, എന്താ നിനക്ക് പറ്റിയ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ് എനിക്കറിയാത്തത്, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ അച്ഛൻ പറഞ്ഞതിനെ കുറിച്ചിട്ടാണോ നീ സംസാരിക്കുന്നത്, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഏട്ട ഓടിപ്പോയ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ല ആ ദിവസമാണല്ലോ അവൻ ഓടിപ്പോയതെന്ന് സച്ചി ചോദിച്ചു. അതിനെ കുറിച്ച് മാത്രമാണല്ലേ സച്ചിയേട്ടന് ഓർമ്മയുള്ളത്, നമ്മുടെ കല്യാണ ദിവസം എന്നുള്ള കാര്യം ഓർമ്മയില്ല അല്ലേ. ഇത് കേൾക്കുമ്പോൾ സച്ചി തല കുനിക്കുന്നുണ്ട് കേട്ടോ. കല്യാണ ദിവസം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഏട്ടൻ ഓടിപ്പോയതാ എന്നുള്ള കാര്യം. മുമ്പൊക്കെ നിങ്ങൾ പറയായിരുന്നല്ലോ നിങ്ങളുടെ ചേട്ടൻ ഓടിപ്പോയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തലയിലായത് എന്നുള്ള കാര്യം. അയ്യോ രേവതി ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല ചിന്തിക്കുന്നത്, ഞാൻ അടുത്തതായിട്ട് അതായിരുന്നു പറയാൻ വേണ്ടി വന്നത്. ഞാൻ വിശ്വസിച്ചു എന്ന് രേവതി പറയുമ്പോ അതല്ല രേവതി, അവൻ ഓടിപ്പോയ ആ ദിവസം ഉണ്ടല്ലോ അതെന്റെ മൈൻഡിൽ അങ്ങ് രജിസ്റ്റർ ആയിപ്പോയി. അപ്പോ നിങ്ങൾക്ക് എന്നെ താലി കെട്ടിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ട് രേവതി, അല്ലെങ്കിലും ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്ന് കല്യാണ കുറിയൊക്കെ അടിച്ച് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായേനെ. അതിന്റെ തലേ ദിവസം നിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കൊണ്ടുവരൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് കല്യാണ പെണ്ണ് ഇത്രയും ഭംഗിയായിട്ടിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഉള്ളിലേക്ക് പോയ ആള് തിരിച്ച് ഉരുളക്കിഴങ്ങ് പോലെ വരുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്റെ 5 ഡയലോഗ് വരെ ഓർമ്മയ്ക്ക് വെച്ചിട്ടുണ്ടല്ലേ, ചുമ്മാ നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് സംസാരം മാറ്റാൻ നിൽക്കണ്ട, നിങ്ങൾ കല്യാണ ദിവസം മറന്നില്ല. രേവതി അത് ഞാൻ മറന്നുപോയി, കല്യാണ ദിവസം എന്ന് പറയുന്ന ആ ദിവസമൊന്നും എന്റെ മനസ്സിലില്ല, പക്ഷെ നിനക്ക് ഞാൻ താലി മേടിച്ചു വന്നിട്ട് നീയും ഞാനും കൂടി പോയിട്ട് അമ്പലത്തിൽ നിന്ന് നിന്നെ ഞാൻ താലി ചാർത്തിയില്ലേ, അന്ന് നടന്നില്ലേ ഒരു കല്യാണം, ആ ദിവസമാണ് കല്യാണ ദിവസമായിട്ട് എന്റെ മനസ്സിൽ രജിസ്റ്റർ ആയി കിടക്കുന്നത്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ. എന്തായാലും അതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെയാ ഞാൻ മറക്കുക രേവതി. അത് മാത്രമല്ല നിന്നെ ആദ്യമായിട്ട് കണ്ടതും നിന്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിലുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ എവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് കണ്ടെന്നുള്ള കാര്യം പറയൂ. ആദ്യം ഒന്ന് ബബ്ബ ആവുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് കേട്ടോ, കല്യാണ ദിവസത്തിന്റെ തലേ ദിവസം നിന്നെ ആരോ കാറിൽ മാറ്റി കയറ്റി കൊണ്ടുപോയില്ലേ, ആ സമയത്ത് പാർലറിലേക്ക് കൊണ്ടുപോയ ആ ദിവസമാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടെന്നുള്ള കാര്യം പറയുമ്പോ അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ. അങ്ങനെ സച്ചി ആകെ പെടുകയാണ് കേട്ടോ. അയ്യോ അതിനു മുമ്പ് ഞാൻ നിന്നെ എവിടെ വെച്ചാ കണ്ടത്, സച്ചിയേട്ടന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം നിങ്ങളെ എന്ത് രീതിയിലാണ് എന്നെ ഓർമ്മ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ബെഡിൽ പോയിരിക്കുകയാണ് കേട്ടോ രേവതി ദേഷ്യത്തോട് കൂടിയിട്ട്. തുടർന്ന് സച്ചി നൈസായിട്ട് രേവതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പിന്നെ എപ്പോഴാ കണ്ടതെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. നിങ്ങൾ തെരുവിൽ വെച്ചിട്ട് ഒരാളെ അടിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്, നീ ഏത് തെരുവിൽ വെച്ചിട്ടാ എന്നെ കണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ തെരുവിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരുപാട് ആൾക്കാരെ തെരുവിൽ വെച്ച് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്, നീ തെരുവ് ഏതാന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരും, പിന്നെ ഞാൻ അത് ഓർത്ത് വെച്ചില്ല എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് രേവതി. പിന്നെ നീ എന്നെ എവിടെ വെച്ചിട്ട് കണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്റെ പൂ കൊട്ടയെടുത്തിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നടന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, ഞാൻ ഭയങ്കര ഗുഡ് ബോയ് അല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് നിങ്ങളോ,
അത് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ഒരു അമ്മയുടെ അടുത്ത് വിരട്ടി പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു വീട്ടിൽ നിന്ന്. ഞാനോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാ വിചാരിച്ചത്, പക്ഷെ പിന്നീട് മനസ്സിലായത് നിങ്ങൾ ടിവിയിൽ എവിടെയോ അഭിനയിച്ചാന്നുള്ള കാര്യം. അത് ശരിയാ, ഞാനൊരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു, പക്ഷേ പിന്നെ ആരും എന്നെ സീരിയലിൽ അഭിനയിക്കാനൊന്നും വിളിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് ശരിയായിട്ട് അഭിനയിക്കാൻ അറിയുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആര്, നിങ്ങൾക്കോ? അല്ല, എനിക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ട് ഇരിക്കാനേ അറിയത്തുള്ളൂ. ശരി, പിന്നെ നീ എന്നെ എവിടെ വെച്ചിട്ടാ കണ്ടെന്ന് സച്ചി ചോദിക്കുകയാണ്. പിന്നെ അശോകനങ്ങള് മാല ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, അത് തരാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് അന്ന് നീ എന്നെ ചീത്ത വിളിച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചീത്ത ഒന്നും വിളിച്ചില്ലല്ലോ. അല്ലല്ല, നീ എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഉരുണ്ട് കളിക്കാണ് കേട്ടോ. മറ്റെല്ലാ കാര്യങ്ങളും നിനക്ക് ഓർമ്മയുണ്ട്, അപ്പൊ അത് മാത്രം ഓർമ്മയില്ല അല്ലേ? അല്ല, നീ എന്തോ പറഞ്ഞിട്ടുണ്ട്, പഴം പിണ്ണാക്ക്. അതൊന്നുമല്ല. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, പൊറുക്കി എന്ന് പറഞ്ഞായിരുന്നു. പൊറുക്കി അല്ല, അത് എനിക്കപ്പൊ അങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. ഇപ്പൊ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ ഭർത്താവായിട്ടാണ് തോന്നുന്നത്. അന്ന് നീ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ ആ പൊറുക്കി ഇന്ന് നിന്റെ ഭർത്താവോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. ഇല്ല, ആരെങ്കിലും ജ്യോത്സ്യന്മാര് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അപ്പൊ നീ അത്രയ്ക്ക് എന്നെ പേടിച്ചിരുന്നു അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം പറയണേ അന്ന്. അപ്പോ ഇപ്പോഴോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അരികിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നീ വാ തുറന്ന് പറ രേവതി എന്നുള്ള കാര്യം പറയുമ്പോ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാണേ. എത്ര ഇഷ്ടമാണ്? അങ്ങനെ അളവൊന്നും പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ നിങ്ങളെ കണ്ട ഓരോരോ കാര്യങ്ങളും ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കാണൊന്നും ഓർമ്മയില്ലാത്തത്. അത് രേവതി, എന്റെ തലയിൽ അത്രയും മെമ്മറി പവർ ഉള്ളൂ. പക്ഷെ നീ പറഞ്ഞ സമയത്ത് എനിക്കെല്ലാം ഓർമ്മ വന്നു കേട്ടോ. വേറെ എവിടൊക്കെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം സച്ചി വീണ്ടും ചോദിക്കുമ്പോ ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരണോ? പറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി ഓരോ സ്ഥലത്ത് വെച്ചും സച്ചിയെ കണ്ട കാര്യങ്ങളെ കുറിച്ചും അവരെ ഹാപ്പിനെസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ രവിക്ക് ചായ കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. ചായ മേടിച്ചതിന് ശേഷം സച്ചി ചായയൊക്കെ കുടിച്ചിട്ട് ട്രിപ്പിന് പോയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പോയി. അവൻ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി പറയുന്ന സമയത്ത് കല്യാണ ദിവസം മറന്നത് കൊണ്ട് എനിക്ക് ലേശം ദേഷ്യം ഉണ്ടായിരുന്നു അച്ഛ. പക്ഷേ സച്ചേട്ടൻ അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പറയുന്ന ആളല്ല. അത് ശരിയാ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ. രേവതി എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മി വന്ന് രവിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. സുഖാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖാണ്. അപ്പോഴേക്കും രേവതി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്രയെ കാണുമ്പോഴേക്കും ലക്ഷ്മി എന്താ ചന്ദ്രയെ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ചന്ദ്ര കേൾക്കാത്ത മൈൻഡില് രേവതി ചായ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അയ്യോ ഞാൻ ചായ കുടിച്ചിട്ടാ വന്നതെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. ചായ ഞാൻ നിങ്ങൾക്കല്ല പറഞ്ഞത്, എനിക്കാണ്. എന്താ രേവതി ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നാ വേഗം പോയിട്ട് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ മൈൻഡ് ചെയ്യാതെ ചന്ദ്ര അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ അടുത്ത് ഇരിക്കാൻ പറയുന്നുണ്ട്. ലക്ഷ്മി വന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അല്ല എന്താ ഇങ്ങോട്ടൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ എന്താ ഇങ്ങോട്ട് ഒരാൾ വന്നിട്ട് നീ എന്തിനാ വന്നെന്നുള്ള കാര്യം ചോദിക്കുന്നത്? അല്ല പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ അതുകൊണ്ട് ചോദിച്ചതാന്ന് ചന്ദ്രമതി. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, നാളെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികമല്ലേ? അതെ ലക്ഷ്മി, ഞങ്ങൾ അതിനെക്കുറിച്ചായിരുന്നു ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് രവി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വർഷം അങ്ങ് കടന്നുപോയിന്ന് രവി പറയുമ്പോഴേക്കും ചന്ദ്ര ആ ഒരു ദിവസത്തിന് ശേഷമാണ് ഇവിടെ എന്തൊക്കെയൊക്കെയോ നടന്നു പോകുന്നത്. നിങ്ങളുടെ ഭർത്താവ് ബസിന്റെ മുമ്പിൽ ചാടിയത് കൊണ്ട് എന്ത് ചെയ്യാനാ, ഇങ്ങനെ കല്യാണമൊക്കെ അങ്ങ് നടന്നു. അത് കേട്ടുകൊണ്ടാണ് കേട്ടോ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, അവര് സന്തോഷമുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ സങ്കടപ്പെടുത്തുന്നത്? അതിന് ഞാൻ നടന്ന കാര്യമല്ലേ പറഞ്ഞത്. ആരെങ്കിലും നിന്റെ അടുത്ത് ചോദിച്ചോ എന്ന് ചോദിക്കാണ് കേട്ടോ ഇതിന് രവി. അപ്പോഴേക്കും രേവതി ഇത് അമ്മയെന്ന് പറഞ്ഞിട്ട് കോഫി കൊണ്ടു കൊടുക്കുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാതെ കോഫി എടുത്ത് കുടിക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് രവി. ചന്ദ്രമതിന്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്കുള്ള വെള്ളമായിട്ടാണ് കേട്ടോ വന്നത്, അത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് രവി പറയുന്നുണ്ട്, കല്യാണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം പറയും. രേവതി സച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സച്ചി ഒരു ഉത്തരവാദിത്തമുള്ളവനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി അത് ശരിയാണ്, നിങ്ങളുടെ മകള് നന്നായിട്ട് അവനെ മാറ്റി വെച്ചിട്ടുണ്ട്. അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയാണ് കേട്ടോ രവി. എന്തായാലും ഈ കല്യാണം നമ്മള് വിചാരിച്ച പോലത്തെ ഒരു കല്യാണമല്ല, നമ്മളൊന്ന് വിചാരിച്ചു. എന്തായാലും എന്റെ മകൾക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയത്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അപ്പോ സുധിയുടെ കൂടെയാണ് നിങ്ങളുടെ മകളുടെ കല്യാണം നടന്നത് വെച്ചാൽ നിങ്ങളുടെ മകളുടെ ജീവിതം നന്നാവില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയെ കണ്ടിട്ടാണ് ചന്ദ്രമതി അമ്മതിയുടെ ഒരു ചോദ്യം ലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചത്. സച്ചി രേവതിയെ എന്തായാലും നന്നായിട്ട് നോക്കുന്നുണ്ട്, രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ചന്ദ്രേ, അവര് സംസാരിക്കുന്ന കാര്യത്തിന് നീ നിന്റെ ഇഷ്ടത്തിന് ഒരു അർത്ഥം കാണണ്ട. ശ്രുതി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സുഖാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ. സുഖാണ് ആന്റി എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നുണ്ട്. തുടർന്ന് രേവതിയുടെ അടുത്ത്
ഒരു തട്ടെടുത്തോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി അങ്ങോട്ട് പോകുകയാണ്. ഇവരുടെ കല്യാണ ദിവസമല്ലേ, അതിന് വേണ്ടിയിട്ട് ഷീര് വെക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു 19 പവനും ഡയമണ്ട് നെക്ലേസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്രമതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ. എന്താ നമ്മുടെ കല്യാണ ദിവസം അത്രയും നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ അടങ്ങുന്നുണ്ട് കേട്ടോ. രേവതി അപ്പോഴേക്കും തട്ടെടുത്ത് വരുന്നുണ്ട് കേട്ടോ. സച്ചി ഇവിടല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഇല്ല, സച്ചിയേട്ടൻ ട്രിപ്പിന് പോയതാന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് കണ്ട ഉടനെ തന്നെ ആന്റി സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവരെ വിശേഷം ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വർഷ പറയാണ്. സച്ചിയേട്ടനെയും രവി ചേച്ചിനെയും കല്യാണ ദിവസം ക്ഷണിക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മോനെ. തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട് ആന്റി അന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആ മുറുക്കില്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുവന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ലക്ഷ്മി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് മേടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും വർഷമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാണ് കേട്ടോ ചന്ദ്ര. അവര് എന്ത് എണ്ണയില ചെയ്തെന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പോ വയറിന് സുഖമില്ലാണ്ടാവും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് നല്ല എണ്ണയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. എന്നാൽ വർഷയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ആന്റി കടയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ ശ്രീകാന്തെ നീ ഇത് കഴിച്ചു നോക്കി എന്നുള്ള കാര്യം പറയുമ്പോൾ ആന്റി രേവതി ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ. അയ്യോ അങ്ങനെയൊന്നുമില്ല മോനെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. മോനെ എടുത്തോ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ആന്റി ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലേ. തുടർന്ന് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സിന്റെ താലം രവിയുടെ അടുത്തും അതുപോലെ ചന്ദ്രമതിയുടെ അടുത്ത് മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ രവി എണീറ്റ് നിൽക്കുന്നുണ്ട്. ചന്ദ്ര എണീക്കാണ്ട് നിൽക്കുമ്പോൾ എണീക്കാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് നിർബന്ധിച്ച് അത് മേടിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മ എപ്പോഴാ വന്നെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഇപ്പൊ വന്നേയുള്ളൂ സച്ചി മോനെ. സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്, നാളെ കല്യാണ ദിവസമല്ലേ, അപ്പൊ അമ്മ നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് പറയുന്നുണ്ട്. തുടർന്ന് സച്ചിക്കും രേവതിക്കും മേടിച്ച ഡ്രസ്സ് ലക്ഷ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 പഴവും 2 തുണിക്കഷ്ണം കൊണ്ടുവന്നിട്ടാണ് ഇത്രയും കാണിക്കുന്നത്. എന്തായാലും നിന്റെ കല്യാണ ദിവസം നിന്റെ അമ്മായിപ്പൻ ഒരു ലോറി നിറയെ സാധനം കൊണ്ടുവരുന്നുള്ള കാര്യം പറയാനുണ്ടോ ചന്ദ്രമതി. അതിനമ്മേ അവര് ജയിലിലല്ലേ ഉള്ളെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അവര് ജയിലിലിരിക്കുമ്പോ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നിനക്ക് പണം അയച്ചെന്നില്ലേ, അപ്പോ ഇത് ചെയ്യാണ്ടിരിക്കോ, എന്തിനീ ആവശ്യമില്ലാതെ പണം കളഞ്ഞെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതല്ല സച്ചി മോനെ, മുറയുണ്ടല്ലോ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്ത് മുറയാണ് അമ്മേ, ഇതൊക്കെ വെറുതെ ചെലവാക്കാൻ വേണ്ടിട്ട് ഓരോരുത്തർ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നു. നമ്മളെന്താ അന്യന്മാരാണോ? ഞാന് എന്റെ അമ്മായിമ്മയെ പോലെയല്ലോ സ്വന്തം അമ്മയെ പോലെയല്ലേ കാണുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് അടി കിട്ടിയ പോലെയാണ് കണ്ണും തുറച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ എന്തിനാ ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനും മോനെ നിന്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് കാണുന്നത്, ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ കടമയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ എന്തായാലും ക്യാഷ് എടുക്കാൻ വേണ്ടി വന്നതാണ്, എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ലക്ഷ്മിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട്